വിശുദ്ധ ഖുർആൻ പ്രതിക്രിയ അല്ലെങ്കിൽ തുല്യ ശിക്ഷ ഖിസാസ് നിർദ്ദേശിക്കുന്ന 2 വചനങ്ങളാണ് സൂറത്തുൽ ബഖറയിൽ നിന്ന് ഞാൻ ഓതി വെച്ചത്. 178, 179 വചനങ്ങളാണ്. എന്തുകൊണ്ട് ഇതൊന്ന് ഓർമ്മിപ്പിക്കുന്നു? വീണ്ടും ഇസ്ലാമിലെ ശിക്ഷാവിധികൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. സാഹചര്യം എല്ലാവർക്കും അറിയാം. ഇടയ്ക്കിടെ ഇങ്ങനെ ഇസ്ലാമിലെ ശിക്ഷാവിധികളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ സംജാതമാകാറുണ്ട്. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? യമനിൽ ഒരു മലയാളി സ്ത്രീ യമനിയായ ഒരു അറബിയെ വധിച്ച് വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ട് അതിനുവേണ്ടി പിടികൂടി ശിക്ഷിക്കപ്പെട്ട് കൊലയ്ക്ക് കൊല എന്ന നിയമം നടപ്പിൽ വരുത്തുന്ന ഒരു നാടായതുകൊണ്ട് ഇന്ന ദിവസം ശിക്ഷ നടപ്പിലാക്കും എന്ന് പറഞ്ഞു. അവസാനം ആ ശിക്ഷ മരവിപ്പിച്ചു. അതിന് പലരും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വളരെ മോശമായ ചില കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല, അത് പറയുവാനുമല്ല. തൽക്കാലം ശിക്ഷ മാറ്റിവെച്ചു. ഇനി എന്ത് ചെയ്യും, എന്താകും എന്നൊന്നും നമ്മുടെ മുമ്പിൽ ചിത്രമില്ല. പക്ഷേ ആ വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബം ശിക്ഷ, ഈ പറഞ്ഞ കൊലപാതകത്തിനുള്ള ശിക്ഷ, കൊല ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾ തയ്യാറില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥിതിക്ക് ഇനി എങ്ങോട്ട് പോകും? അതെങ്ങോട്ടോ പോയിക്കൊള്ളട്ടെ. പക്ഷേ ഇസ്ലാമിന് നേരെ കുതിര കയറാൻ കാത്തിരിക്കുന്നവർ അവരുടെ അന്തിച്ചർച്ചകളിലും പത്രകോളങ്ങളിലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വലിച്ചു കൊണ്ടുവന്ന് ഇസ്ലാമിലെ ശിക്ഷാവിധികളെ വളരെ മോശമായി, അല്ലെങ്കിൽ തന്നെ പണ്ടേ പറയുന്നതാണ്, കിരാത നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്, ശിക്ഷാവിധികൾ മനുഷ്യത്വം തീണ്ടാത്തതാണ്, എത്രയോ കാലം മുമ്പുള്ള 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവർ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് ഏറെക്കുറെ ഏണി വെച്ചു കൊടുക്കുന്ന നിലയിൽ മുസ്ലിം നാമധാരികളായ ചില ആളുകൾ അതിൻ്റെ ഒപ്പം കൂടിക്കൊടുക്കുകയും കൂടി ചെയ്യുന്നതോടുകൂടി അത് വലിയ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അതിനിപ്പോ എന്താ നമുക്ക് എന്നായിരിക്കും ഞാനിത് പറയുമ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കുക. നമുക്ക് പലതുമുണ്ട്. നമ്മൾ ഈ വിശ്വാസവും ഈ ആദർശവും ഈ തത്വസംഹിതയും ഈ നിയമങ്ങളും കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആളുകളാണ്. ആ നിലയിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി ഇവര് പറയുന്ന ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് അർത്ഥമുണ്ട് എന്ന് ഗ്രഹിച്ച് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാനും തിരുത്തേണ്ടത് തിരുത്താനുമുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ, ഉണർത്താൻ ആഗ്രഹിച്ചത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ വധശിക്ഷ എന്ന് പറയുന്നത് കുറ്റവാളിയോടുള്ള പ്രതികാരമായിട്ടല്ല പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറിച്ച് മർദ്ദിതർക്ക് ആശ്വാസം പകരുന്ന, സമൂഹത്തിന് ഗുണപാഠമായി തീർന്ന, നന്മ പ്രദാനം ചെയ്യുന്ന, മർദ്ദിതന് നീതി നൽകുന്ന, സമൂഹത്തിന് ശാന്തി പ്രദാനം ചെയ്യുന്ന രൂപത്തിലാണ് ഇസ്ലാമിലെ ഏത് ശിക്ഷാ നിയമങ്ങൾ. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി മനുഷ്യന്റെ ജീവന് ഭയങ്കര വില നിശ്ചയിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. അമൂല്യമാണ് മനുഷ്യ ജീവൻ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവന് തുല്യമാണ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതേപോലെ ഒരു മനുഷ്യ ജീവനെ ഹനിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ജീവൻ ഹനിച്ചതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ.
അതിൻ്റെ മേലിട്ട് കയറാൻ ആർക്കും അവകാശമില്ല. കയറിക്കോ, പക്ഷെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ തയ്യാറാകണം. കൊലയ്ക്ക് കൊല എന്നത് പരിശുദ്ധ ഖുർആൻ മാത്രം കൊണ്ടുവന്ന ഒരു നിയമമല്ല. അതിനു മുമ്പ് അറബികളിലുണ്ട്, ജൂതന്മാരിലുണ്ട്, വേദക്കാരിലുണ്ട് ഒക്കെ ഈ നിയമമുണ്ട്. അത് പക്ഷെ അതാരും പറയാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല, ഗവനിക്കാറുമില്ല. ആകെ പറയുന്നത് ഖുർആന്റെ നേരെയാണ്, അത് മാത്രമേ ഉള്ളൂ. ഖുർആൻ ചെയ്തത് എന്താണെന്നറിയുമോ? അറബികളുടെ ഇടയിലുണ്ടായിരുന്ന, അതുപോലെ തന്നെ വേദക്കാർക്കിടയിലുണ്ടായിരുന്ന അഴിമതിയും അനീതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞു നിന്നിരുന്ന ശിക്ഷാ സമ്പ്രദായങ്ങളെ തികച്ചും നീതിയിൽ അധിഷ്ഠിതമാക്കി ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചു എന്നത് മാത്രമാണ് ഖുർആൻ ചെയ്തത്. അല്ലാതെ പുതിയ ശിക്ഷ കൊണ്ടുവന്നതല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അന്നുണ്ടായിരുന്ന, അറബികളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വേദക്കാരിലുണ്ടായിരുന്ന ചില രംഗങ്ങൾ നമ്മളൊന്ന് നോക്കാം, മനസ്സിലാക്കാം. അവിടെ എന്താണ് ഖുർആൻ ചെയ്തത് എന്ന് തുടർന്ന് ഗ്രഹിക്കാം. അവർ ചെയ്തിരുന്നത് മേലേക്കിടയിലുള്ളവരായി ഗണിക്കപ്പെടുന്നവരെ താഴേക്കിടയിലുള്ളവർ കൊന്നാൽ ഒന്നിലധികം പേരെ പകരം കൊല്ലുമായിരുന്നു. അനീതിയുടെ അങ്ങേയറ്റം. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ആൾക്കാര് മേലേ തട്ടിലുള്ള ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ, ഒരാളിനെയാണ് കൊന്നതെങ്കിലും ഈ താഴെ തട്ടിലുള്ളവരിൽ നിന്ന് ഒന്നിലധികം ആൾക്കാരെ കൊല്ലുമായിരുന്നു. ഇതിൽ പരം അനീതി വേറെ വല്ലതും ഉണ്ടോ? അതുപോലെ തന്നെ ഘാതകൻ അടിമയാണ് എങ്കിൽ യജമാനനെ കൊല്ലുമായിരുന്നു. എന്ത് കാര്യത്തിന്? ഇത് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതാണ്. മറ്റൊന്ന്, സ്ത്രീയാണ് കൊലപാതകി എങ്കിൽ ആ സ്ത്രീയെ അതിന് പകരം കൊല്ലൂല. പകരം ചെയ്യുന്ന എന്താ? ഭർത്താവിനെ കൊല്ലും. അയാൾ എന്ത് ചെയ്തു? ഇനി ഭർത്താവിനെ കിട്ടിയില്ലെങ്കിലോ, ഭർത്താവ് ഇല്ലെങ്കിലോ, അവളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൊല്ലും. എങ്ങനെ ഉണ്ടായിരുന്നു ആ രൂപം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ പ്രതാപത്തിലും ശക്തിയിലും ഒക്കെ താഴ്ന്ന നിലവാരക്കാരെ ഉയർന്ന ആരെങ്കിലും കൊന്നാൽ ഇജ്ജത്തും അഭിമാനവും സമ്പത്തും ആഠ്യത്വവും കുടുംബമഹിമയും ഒക്കെയുള്ള ആൾക്കാർ താഴേക്കിടയിലുള്ള ഇതൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ആ ഉന്നത കുലത്തിലുള്ള ആളിനെ രക്ഷിക്കാൻ വേണ്ടി സർവ പഴുതും അന്വേഷിക്കും, എങ്ങനെങ്കിലും രക്ഷപ്പെടും. മറിച്ചാണെങ്കിലോ കൊന്നിരിക്കും. നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവം. അത് വധശിക്ഷയല്ല. ഉന്നത കുലജാതിയായ ഒരു സ്ത്രീ മോഷ്ടിച്ചു. ഇസ്ലാമിലെ നിയമം അനുസരിച്ച് മോഷ്ടിച്ചാൽ കൈവെട്ടുക എന്നുള്ള കുറ്റം തെളിയിക്കപ്പെട്ടാൽ, പക്ഷെ വലിയ കുടുംബത്തിൽ പെട്ട പെണ്ണായതുകൊണ്ട് ഒരു നാണക്കേട്, അങ്ങനെ സംഭവിക്കുക. അത് രഹസ്യമായിട്ടല്ല ശിക്ഷ നടപ്പിൽ വരുത്തത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിലെ ഏത് ശിക്ഷയും നടപ്പിൽ വരുത്തുന്നത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചാ അതൊരു വലിയ പാഠമാണ്. ഇതാണ് ശിക്ഷ, ഇത് ചെയ്യാൻ നിൽക്കണ്ട എന്നൊരു സന്ദേശമാണ് നൽകുന്നത്. അപ്പൊ വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ കൈ വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എങ്ങനെങ്കിലും ആ ശിക്ഷയിൽ നിന്നൊന്ന് ഒഴിവാക്കി കിട്ടണം. അവരൊരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. അവസാനം ഒരാളിനെ കണ്ടെത്തി. ആ ആള് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രവാചകന്റെ നിഴല് എന്ന് പറയാവുന്ന നിലയിലുള്ള അടുപ്പം. അങ്ങനെയുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് വിഷമം ബോധിപ്പിച്ചു. പാവം ഉസാമ റളിയല്ലാഹു അൻഹു, നല്ല കാര്യമല്ലേ, ഒന്ന് റസൂലിന്റെ അടുക്കൽ പോയി പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ച് റസൂലിന്റെ അടുക്കലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് സംഭവിച്ചു പോയി, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്ന ശൈലിയിൽ ശുപാർശ ചെയ്തു. പ്രവാചകന്റെ മുഖം ചുവന്നു തുടുത്തു. കോപം കൊണ്ട് തിളച്ചു പ്രവാചകൻ.
പ്രവാചകൻ ആകെ കോപിക്കുന്ന രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നിയമങ്ങൾ ഭത്സിക്കുന്ന, അത് ഇകഴ്ത്തപ്പെടുന്ന, അത് ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഒരു രംഗത്ത് മാത്രമേ റസൂലിന്റെ കോപം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ പ്രവാചകൻ കോപിച്ചു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ ഒരു ശിക്ഷാ നടപടി നടപ്പിൽ വരുത്തുന്നതിനെ കുറിച്ച് ശുപാർശയുമായിട്ടാണോ നീ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് മാത്രം ചോദിച്ചതിന് ശേഷം എല്ലാവരെയും വിളിച്ചുകൂട്ടി. റസൂലിന്റെ ശൈലി അതാ, എല്ലാവരെയും വിളിച്ചുകൂട്ടി മുന്നിലിരുത്തി. എന്നിട്ട് മിമ്പറിൽ കയറി എന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പ്രവാചകൻ എടുത്തു പറഞ്ഞ കാര്യം, നിങ്ങളിലെ പൂർവികരായ ആളുകളിൽ നിന്ന് ആരും മാന്യന്മാരായ ആളുകൾ തെറ്റ് ചെയ്താൽ, മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടുകയും പാവപ്പെട്ട ദുർബലനായ അറ്റിക്ക് വകയില്ലാത്ത എന്ന് നമ്മൾ പറയുന്ന അന്നത്തിന് വകയില്ലാത്ത ഒരുത്തൻ വിശപ്പ് സഹിക്ക വയ്യാതെയോ മറ്റു നിലയിലോ എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ചാൽ അവന്റെ കൈ വെട്ടുകയും ചെയ്യുമായിരുന്നു മുമ്പുള്ളവർ. ഇത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നിട്ട് പറഞ്ഞു, പ്രഖ്യാപിച്ചു, വഅയ്മുല്ലാഹി ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ മകളായ ഫാത്തിമയാണ് സരിഖത്ത് കട്ക്കുന്നത്, മോഷ്ടിക്കുന്നതെങ്കിൽ പോലും ലഖതഅതു യദഹാ, അവളുടെ കൈ ഞാൻ വെട്ടിയിരിക്കുന്നു പറഞ്ഞു റസൂൽ. ഇതാണ് ഇസ്ലാമിന്റെ നീതി. സ്വന്തം മകളാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ഞാൻ വെറുതെ വിടൂല. എന്നിട്ടല്ലേ ഇത് നീ എന്തും പറഞ്ഞ എന്റെ അടുക്കൽ വന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. ആ ജാതി ശുപാർശയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിക നിയമത്തിൽ ഏശുന്ന കാര്യങ്ങളല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സംഭവമായി ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ബന്ധിപ്പിച്ചോളി. അപ്പൊ ഇങ്ങനെയുള്ള ഈ രൂപത്തിലുള്ള സ്ഥിതിവിശേഷം വന്നപ്പോൾ അത്തരം അനീതിയും അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാതാക്കി ശരിയായ ഒരു നിയമം നിഷ്കർഷിച്ചു എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തത്. ആ നിഷ്കർഷിച്ച 2 വചനങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസു, തുല്യ ശിക്ഷ അഥവാ പ്രതിക്രിയ, ഖിസാസ് നിങ്ങൾക്ക് നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഫിൽ ഖത്ല, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ, വധിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ. എങ്ങനെ? അൽ ഹുർറു ബിൽ ഹുർ, സ്വതന്ത്രനാണ് കൊന്നതെങ്കിൽ പകരം സ്വതന്ത്രനെയാണ് കൊല്ലേണ്ടത്. വൽ അബ്ദു ബിൽ അബ്ദ്, അടിമയ്ക്ക് പകരം അടിമ. വൽ ഉൻസ ബിൽ ഉൻസ, സ്ത്രീക്ക് പകരം സ്ത്രീ. നേരത്തെ പറഞ്ഞതുമായി ഒന്ന് ബന്ധിപ്പിച്ചു നോക്കും. ഇതാണ് ഖുർആൻ വരുത്തിയ മാറ്റം. ഏതോ ഒരുത്തൻ ശിക്ഷ ചെയ്തതിന്റെ പേരിൽ വേറൊരുത്തനെ പിടിച്ചു കൊല്ലുന്നതോ ശിക്ഷിക്കുന്നതോ ശരിയല്ല. അതെക്കാലത്ത് ഏത് മനുഷ്യനും സ്വീകരിക്കേണ്ട ഒരു സന്ദേശമാണിത്. കട്ടോനെ കണ്ടില്ലെങ്കിൽ കണ്ടോനെ ശിക്ഷിക്കുകയും പിടിക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടല്ലോ. യഥാർത്ഥ കുറ്റവാളിയെ അറിയാമെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു കുറ്റവാളികളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ശിക്ഷിക്കുന്ന രൂപവും, എന്നിട്ട് ആ ശിക്ഷിക്കപ്പെടുന്നവർക്ക് എല്ലാവിധ സംരക്ഷണം നൽകുന്ന രൂപവും, വലിയ മതനിരപേക്ഷതയും മതേതരത്വവും മനുഷ്യ സ്നേഹവും ഒക്കെ പറയുന്നവരുടെ ഇടയിൽ നമ്മൾ കാണുന്നില്ലേ? ഇത് പാടില്ല എന്നാണ് പറയുന്നത്. ആരാണോ ചെയ്തത് അവനെയാണ് ശിക്ഷിക്കേണ്ടത്. അത് ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, സ്വതന്ത്രനാണെങ്കിൽ സ്വതന്ത്രൻ, അടിമയാണെങ്കിൽ അടിമ. എന്നാൽ അവന്റെ സഹോദരനിൽ നിന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ച കൊലയാളിക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സദാചാര നിയമം അനുസരിച്ചത് പിൻപറ്റലും പാലിക്കലും, അതുപോലെ തന്നെ മാന്യമായ പരിഹാര തുക നൽകുകയും ചെയ്താൽ അത് സ്വീകരിക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കാം. നോക്ക്, ഇതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയാണ്. ഇതെന്ത്? കൊലക്ക് കൊലയാണ് ചെയ്യേണ്ടത്, കൊന്നവനെ കൊല്ലണം. പക്ഷേ കൊല്ലപ്പെട്ടവന്റെ അവകാശികൾ എന്തെങ്കിലും ഒരു നിശ്ചിത പാരിതോഷികം നിശ്ചയിച്ച് ഇവനെ കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണ്ട. അപ്പൊ അതിന്റെ അവകാശം ആർക്കാ?
കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് മാത്രം, അല്ലാതെ ഭരണാധികാരികൾക്കല്ല, ജഡ്ജിക്കല്ല, ശുപാർശ ചെയ്യുന്നവർക്കല്ല. കൃത്യമായി മനസ്സിലാക്കിക്കോ. നമ്മൾ വല്ലാത്തൊരു നിയമമാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇളവാണ്, ഒരു വിട്ടുവീഴ്ചയാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യവുമാണ്. ഇനി അതിനുശേഷം ആരെങ്കിലും അതിക്രമം കാണിച്ചാലോ ഫലഹു അദാബുൻ അലീം, അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ഖുർആൻ വിളിച്ച വിളിയാ, യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, പ്രതിക്രിയയിൽ തുല്യ ശിക്ഷയിൽ ഖിസാസിൽ ജീവിക്കാനുള്ള അവകാശമാണ് നൽകുന്നത്. അതിലൂടെ സ്വസ്ഥമായ ജീവിതത്തിനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, അതും തഖ്വയോട് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇങ്ങനെയുള്ള നിയമങ്ങൾ തൗറാത്തില് ഉണ്ട് എന്ന് അള്ളാഹു എടുത്തു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 45-ാമത്തെ വചനം. വകതബ്നാ അലൈഹിം ഫീഹാ, തൗറാത്തിൽ നാം രേഖപ്പെടുത്തി, എന്ത്? അവർക്ക് നിശ്ചയിച്ചു നാം, അന്നൻ നഫ്സ ബിൻ നഫ്സ്, ശരീരത്തിന് പകരം ശരീരം, വൽ ഐന ബിൽ ഐൻ, കണ്ണിന് പകരം കണ്ണ്, വൽ അൻഫ ബിൽ അൻഫ്, മൂക്കിന് പകരം മൂക്ക്, വൽ ഉദുന ബിൽ ഉദുൻ, ചെവിക്ക് പകരം ചെവി, വസ്സിന്ന ബിസ്സിന്നി, പല്ലിന് പകരം പല്ല്, വൽ ജുറൂഹ ഖിസാസ്, മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനും തത്തുല്യമായ പ്രതിക്രിയ, ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ ലഹു, അതും ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും നിശ്ചയിച്ച് ചെയ്യുകയാണ് എങ്കിൽ, ഒഴിവാക്കുകയാണെങ്കിൽ അത് അവന് കിട്ടുന്ന ഒരു പ്രായശ്ചിത്തമാണ് എന്നാ ഖുർആൻ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുക, ഏറെക്കുറെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് ബൈബിൾ എന്നുള്ളത് നമുക്കറിയാം. ആ ബൈബിളിലെ പഴയ നിയമത്തിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. തിണർപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ട് ശരീരത്തിൽ തിണർത്ത് വരിക, അറിയാലോ നമുക്ക് ആ മലയാള വാക്ക്. ഇത് പുറപ്പാട് പുസ്തകം 21, 23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാണാം. ഞാനിത് ഉദ്ധരിച്ചെന്തിനാണ്? ഖുർആന്റെ മേൽ മാത്രം എന്തിനേയും മക്കിട്ട് കയറുന്നത്? മനുഷ്യന്റെ സ്വൈര്യമായ ജീവിതത്തിന് വേണ്ടിയും സമൂഹത്തിന്റെ ശാന്തിക്ക് വേണ്ടിയും കുറ്റമില്ലാത്ത സമൂഹം ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയും എല്ലാവരിലൂടെയും വന്നിട്ടുണ്ട് ഈ നിയമം എന്നേ സൂചിപ്പിക്കുന്നുള്ളൂ. ഖുർആൻ ഒരു നന്നാക്കി ഒരു പകരമില്ലാത്ത പീനൽ കോഡ് ഖുർആൻ മാനവരാശിയുടെ മുമ്പാകെ വെച്ചു. ഇന്നും അതിന് തിരുത്തപ്പെടാൻ പറ്റുന്ന നിലയിലുള്ള ഒരു പീനൽ കോഡും ലോകത്തെവിടെയും വന്നിട്ടില്ല. അതാണ് വിശുദ്ധ ഖുർആന്റെ ഇതിലുള്ള നിയമം എന്ന് നാം മനസ്സിലാക്കുക. അതിന് ഖുർആൻ ചെയ്യുന്നത് എന്താ? ആദ്യം തന്നെ പിടിച്ച് ശിക്ഷിക്കുകയല്ല, നന്നായി ജീവിക്കാനുള്ള, സംശുദ്ധമായ ജീവിതം നയിക്കാനുള്ള, വ്യക്തി ജീവിതം സംശുദ്ധമാക്കി കൊണ്ടുപോകാനുള്ള സർവ്വ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കൊടുത്ത്, എന്നിട്ട് തെറ്റു വന്നാൽ തിരുത്തി പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള സാഹചര്യങ്ങൾ നൽകി, ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഇതിനൊന്നും കൂട്ടാക്കാതെ കുറ്റത്തിന് മേൽ കുറ്റം ചെയ്തുകൊണ്ട്, അക്രമത്തിന് മേൽ അക്രമം ചെയ്തുകൊണ്ട്, ഒന്നിനു മേൽ അനവധി കൊലപാതകം ചെയ്തുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് വന്നാൽ ശിക്ഷിക്കാതെ പിന്നെ എന്താ ചെയ്യാം? ശിക്ഷിക്കും. അതേ ഇസ്ലാം ചെയ്യുന്നുള്ളൂ. അത് തന്നെയല്ലേ ലോകത്തുള്ള എല്ലാ നിയമങ്ങളും. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു, ആ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വേള നമ്മളുടെ മുമ്പിൽ ക്യാമറയും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും അതിരുന്ന് ശ്രദ്ധിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ, നമുക്കറിയാം. അത് ഇന്ന പോലെ പോകണമെന്ന് നിർദ്ദേശം നമ്മുടെ മുമ്പിൽ വെച്ചു. ആ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് നമ്മൾ പോയാൽ നമ്മളെ പിടികൂടും, ശിക്ഷിക്കും, ഫൈൻ ഈടാക്കും. ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ല, ഇത് എവിടെ ഇല്ലാത്തത്. കുറ്റം ചെയ്താൽ ശിക്ഷ എന്നുള്ളത് സർവ്വസാധാരണമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. പിന്നെ അത് ഏറ്റവും ഒന്ന് നന്നാക്കി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ കുറ്റമറ്റതാക്കി ഖുർആൻ മാലോകരുടെ മുമ്പാകെ വെച്ചപ്പോൾ ഖുർആൻ മാത്രം തെറ്റ്.
പ്രാകൃതം, 6-ാം നൂറ്റാണ്ട്, ഒന്നിനും പറ്റാത്തത്, കിരാതം, ഇങ്ങനെ കുറെ വിശേഷണങ്ങൾ നൽകി അങ്ങോട്ട് പോവുക. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങൾ എന്താ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മളൊന്ന് ആലോചിച്ചു. ഞാൻ പറയണം നിങ്ങളുടെ മുമ്പിൽ, ഇന്ന് ഒരു ചെറിയ ഒരു കൊതുകിനെ തല്ലിക്കൊല്ലുന്ന ലാഘവം, ഒരു ഈച്ചയെ തല്ലിക്കൊല്ലുന്ന ലാഘവം പോലും ഇല്ല മനുഷ്യനെ കൊന്നൊടുക്കുന്നതിന് നമ്മുടെയൊക്കെ നാട്ടില്. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്. നേതാവിനെ അനുയായികൾ കൊല്ലുന്നു, അനുയായികളെ കൊല്ലാൻ നേതാക്കൾ ചട്ടം കെട്ടുന്നു. എങ്ങനെ എത്ര 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 എത്ര. എവിടെങ്കിലും ഏതെങ്കിലും ഒരു മാതൃകാപരമായ ശിക്ഷ നൽകി ആരെങ്കിലും ശരിയായ രൂപത്തിലേക്ക് വന്നിട്ടുണ്ടോ? അതല്ല ശിക്ഷയ്ക്ക് മേൽ കുറ്റത്തിന് മേൽ കുറ്റത്തിലേക്കാണോ പോകുന്നത്? ഇതൊക്കെ നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പറയാം ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത നിയമമാണെന്ന്. എന്നിട്ട് ആലോചിക്കാം നമുക്ക് അതിനെ കുറിച്ച്. ഇനി നമ്മൾ നോക്കുക, ഇങ്ങനെയുള്ള രൂപം പറഞ്ഞ് അവസാനം എന്തായി? ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞാൽ തലയെടുക്കുന്ന, എറിഞ്ഞു കൊല്ലുന്ന, കൈവെട്ടുന്ന ക്രൂരതകൾ നിറഞ്ഞ ശിക്ഷാവിധികളാണ് ഇസ്ലാമിൽ എന്ന് ചിത്രീകരിക്കുന്നു. ഇസ്ലാമിക ഭരണം നടക്കുന്ന നാടുകളിൽ കയ്യറ്റ മനുഷ്യരും തലയറ്റ കബന്ധങ്ങളുമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ആണോ? ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണല്ലോ ഈ ശിക്ഷ നടപ്പിലാക്കുന്നത്. അവിടെ പോയി നോക്കിയൊക്കെ കൈയില്ലാത്ത മനുഷ്യന്മാരാ. എന്ത് ഈ പറയണേ? എന്താണ് ഈ പറയുന്നതിന്റെ ബേസ്, അടിത്തറ? ഓരോ രാഷ്ട്രങ്ങളിലും ഓരോ ശിക്ഷാ നടപടികളുണ്ട്. ആ ശിക്ഷകൾ ആ നാടുകൾ നടപ്പിൽ വരുത്തും. ഇവിടെയുള്ള നിയമം ഇവിടെ നടപ്പിൽ വരുത്തും, അവിടെയുള്ള നിയമം അവിടെ നടപ്പിൽ വരുത്തും. അതങ്ങനെയാ. ഒന്നിനെ മറ്റൊന്നിന്റെ മേലിട്ട് വലിച്ചു കീറുന്നതിന്റെ യാതൊരു ആവശ്യമില്ല. എന്തിനധികം ശരീഅത്ത് എന്ന വാക്ക് പോലും ചിലർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു വ്യക്തി നിയമം ഉണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത്, ഒരു വ്യക്തി നിയമം, അതുപോലെ മാറ്റണമെന്ന ആഹ്വാനവും ഒച്ചയും ബഹളവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ പോലും ഇത്തരം ക്രൂരമായ നിയമങ്ങളാണെന്ന് പറഞ്ഞു പരത്തി ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയാണോ? ഇവിടുത്തെ വ്യക്തി നിയമം എന്താണോ ആ വ്യക്തി നിയമം അനുസരിച്ചല്ലേ ഇവിടുത്തെ എല്ലാ മുസൽമാന്മാരും ജീവിക്കുന്നത്. അതിനെ ആരും വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ലല്ലോ. ആ നിയമമാണ് അവർ പാലിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ശരീഅത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ആൾക്കാര് ആശങ്കയും ഭയവും ഇസ്ലാമിനോടൊരു ഭയപ്പാടും ഇസ്ലാമോ ഫോബിയയും ഒക്കെ അങ്ങോട്ട് കട്ടയായിട്ട് അങ്ങോട്ട് വരും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കുക. ഇനി നാം ചിന്തിക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ പ്രധാനമായും 3 എണ്ണമാണ്. 3 രൂപത്തിലാണ്. നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്ന് ഖിസാസാണ്. ഇപ്പൊ പറഞ്ഞ പ്രതിക്രിയ അല്ലെങ്കിൽ തുല്യ ശിക്ഷ, ഖിസാസ് എന്ന് പറഞ്ഞത്. അന്യായമായി ഒരാളെ കൊന്നാൽ ഘാതകനെ വധശിക്ഷ നൽകുക, അതാണ് ഖിസാസ് എന്ന് പറയുന്ന ശിക്ഷ. അത് കൊന്നവനും കൊല്ലപ്പെട്ടവനും എത്ര നല്ലവനും എത്ര മോശക്കാരായാലും ശരി അവരുടെ ജീവന്റെ വില ഒന്ന് തന്നെയാണ്. അവിടെ ഭേദഗതിയില്ല. 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന, റമദാനിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന, സർവ്വ നന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കൊലപാതകം ചെയ്തതെങ്കിൽ പോലും അയാൾ ഘാതകൻ എന്നുള്ള നിലയിൽ ഈ ശിക്ഷയ്ക്ക് അർഹനാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റം മോശമായി ജീവിക്കുന്ന, സർവ്വ തോന്യാസങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കൊലപാതകയെങ്കിൽ അവനും അങ്ങനെ തന്നെയാണ്. കൊല്ലപ്പെട്ടവനാണെങ്കിൽ അത് ഇതേ നിയമം തന്നെയാണ്. അതിൽ യാതൊരു വേർതിരിവും ഇസ്ലാമിലില്ല. ഇതാണ് ഖിസാസ് 1. രണ്ടാമത്തത് ഹദ് എന്ന് പറയും. കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഹദ്ദടി ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഒരു മഹല്ല് നിയമം കയ്യിലെടുത്ത് ആർക്കും അവകാശമില്ല. ഒരു വ്യക്തിക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമേ ഇല്ല. ഒരു സംഘടനയ്ക്കില്ല, ഒരു മഹല്ലിനില്ല. പിന്നെ ശിക്ഷ നടപ്പിൽ വരുത്തേണ്ടത് ആരാണ്? ഭരണാധികാരികളും കോടതിയും ഒക്കെയാണ്. അല്ല, വ്യക്തികൾക്ക് യാതൊരു അവകാശവും ഇല്ല.
അത് ഇസ്ലാമിന്റെ വ്യക്തമായ നിയമമാണ്, കാഴ്ചപ്പാടാണ്. ഇതാണ് ഹദ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കുറ്റങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട ശിക്ഷ. അതാണ് ഹദ്. ഇപ്പൊ ഉദാഹരണത്തിന് വ്യഭിചാരത്തിന് 100 അടി, മോഷണത്തിന് കൈമുറിക്കൽ, വ്യഭിചാര ആരോപണത്തിന് 80 അടി, നാട്ടിൽ ഫസാദും കുഴപ്പമുണ്ടാക്കിയാൽ കടുത്ത ശിക്ഷ. ഇതിനൊക്കെ ഖുർആനിൽ ആയത്തുകളുണ്ട്. ആയത്തിന്റെ നമ്പർ ഞാൻ പറയാം, വിശദീകരിക്കാൻ നേരമില്ല. സൂറത്തു നൂറിലെ 2-ാമത്തെ വചനം, സൂറത്തു നൂറിലെ തന്നെ 19-ാമത്തെ വചനം, സൂറത്തുൽ മാഇദയിലെ 23-ാമത്തെ വചനം, സൂറത്തുൽ മാഇദയിലെ 38-ാമത്തെ വചനം. ഈ ശിക്ഷാ നടപടികളെ കുറിച്ച് പരാമർശിക്കുന്ന വചനങ്ങളാണ് ഇതൊക്കെ. ഓർമ്മയിൽ ഉണ്ടാകുമെങ്കിൽ എന്ന് എടുത്തു നോക്കൂ, പഠിക്കാൻ കഴിയും. ഇതാണ് ഹദ്. 3-ാമത്തത് തഅ്സീറാണ്. അതിന്റെ വാക്ക് എങ്ങനെയാണ്? തഅ്സീർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും വിധികർത്താക്കളും തീരുമാനിക്കുന്ന മറ്റ് ശിക്ഷകൾ. കുറ്റവാളിയുടെ തലം, കുറ്റവാളിയുടെ തരം, കുറ്റവാളിയുടെ സാഹചര്യം ഒക്കെ നോക്കി ഇത് രണ്ടിലും പെടാതെ വരുന്ന ശിക്ഷകൾ എന്താണെന്ന്, തെറ്റുകൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് ഭരണാധികാരികളും ജഡ്ജിമാരും ഒക്കെ നൽകുന്ന ശിക്ഷയ്ക്കാണ് തഅ്സീർ എന്ന് പറയുക. ഈ 3 രൂപമാണ് ഇസ്ലാമിലെ ശിക്ഷാവിധികൾക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറ്റം ചെയ്യാതിരിക്കാനുള്ള സർവ്വ സാഹചര്യവും സൃഷ്ടിച്ചതിന് ശേഷം കുറ്റം ചെയ്താൽ ശിക്ഷിക്കുക. അത് തെളിയിക്കപ്പെടണം. അത് ഏതെങ്കിലും രൂപത്തിൽ തെറ്റിദ്ധാരണയുടെ പുറത്തോ ഊഹാപോഹങ്ങളുടെ പുറത്തോ ഒന്നും ആയിക്കൂടാ. കൃത്യമായ സാക്ഷികൾ ഉണ്ടാകണം. അതൊക്കെ ഇസ്ലാം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, വ്യഭിചാരോപണം നടത്തിയവന് 80 അടി അടിക്കണമെന്ന്. 4 സാക്ഷികളെ ഹാജരാക്കിയാലേ ആ ശിക്ഷയ്ക്ക് അവൻ അർഹതയുള്ളൂ. എത്രയോ സംഭവങ്ങളാണ് ഇസ്ലാമിൽ അങ്ങനെ ഹാജരാക്കാത്തതിനെ കുറിച്ച് സഹാബികൾ പോലും വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അതിനെതിരെ പ്രതികരിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ വ്യക്തമായ തെളിവ്, സാക്ഷി, കുറ്റം തെളിയിക്കപ്പെടണം. ആ നിലയിലുള്ള എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷം മാത്രമാണ് ശിക്ഷ നടപ്പിൽ വരുത്തുക. ആ ശിക്ഷ നടപ്പിൽ വരുത്തുമ്പോൾ കൊലപാതകം നടത്തിയവനാണോ നടത്തിയവളാണോ എങ്കിൽ പകരം കൊല തന്നെയാണ് ശിക്ഷ. പ്രത്യേകിച്ച് ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്ന രാജ്യങ്ങളിൽ അതിന് അപ്പീലില്ലാത്ത ഒരു കാര്യമാണ് എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട ശിക്ഷാരീതികളും ശിക്ഷാവിധികളും കൃത്യമായി പ്രതിപാദിക്കുന്ന 2 വചനങ്ങളുണ്ട്. സൂറത്തുൻ നിസായിലെ 92, 93 വചനങ്ങൾ. ഓർമ്മയിരിക്കുക ഇതൊക്കെ. ആ 92, 93 വചനങ്ങളിൽ പറയുന്നത് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയെ അബദ്ധവശാലല്ലാതെ കൊല്ലാൻ പാടില്ല. മാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ, അബദ്ധത്തിൽ. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, അങ്ങനെ അബദ്ധത്തിൽ ഒരു വിശ്വാസിയെ കൊന്നാൽ ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കണം. അതിന്റെ കഫാറത്ത്, പ്രായശ്ചിത്തം. വദിയത്തും മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, വധിക്കപ്പെട്ടവന്റെ കുടുംബത്തിന് അവന്റെ അവകാശികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരവും കൊടുക്കണം. ഒരു വിശ്വാസിയെ കൊന്നാൽ, അബദ്ധവശാൽ കൊന്നാലുള്ള അവസ്ഥയാണ് കേട്ടോ ഈ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇല്ലാ യസ്സദ്ദഖു, ആ കുടുംബക്കാര് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അവര് വിട്ടുവീഴ്ച ചെയ്താൽ ഓക്കെ. ഇനി 2-ാമത്തത് ഫഇൻ കാന മിൻ ഖൗമിൻ അദുവ്വിൻ ലക്കും വഹുവ മുഅ്മിൻ, നിങ്ങളുടെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് കൊല്ലുന്നതെങ്കിൽ അയാളും വിശ്വാസിയായ നിലയിലാണെങ്കിൽ ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കലാണ് പ്രായശ്ചിത്തം. കളിയല്ല ഇസ്ലാമിലെ കൊലപാതകം എന്ന് തിരിച്ചറിയുക. എന്നിട്ടോ വീണ്ടും പറയുന്നു വഇൻ കാന മിൻ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്, നിങ്ങളുടെയും ആരുടെയും ഇടയിൽ ഉടമ്പടിയിൽ ജീവിക്കുന്നവരുണ്ടോ? ഇന്ത്യ രാജ്യം പോലെ പരസ്പരം ഉടമ്പടിയിലും പരസ്പരം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും ജീവിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലി, കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. വതഹരീറു റഖബത്തിൻ മുഅ്മിന, ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും വേണം.
ഫമല്ലം യജിദ്, ഇതൊന്നും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അടിമയെ മോചിപ്പിക്കാനും പൈസയില്ല, അതുപോലെ തന്നെ മറ്റു നിലയിൽ പ്രായശ്ചിത്തം കൊടുക്കാനുമില്ല, ഒന്നുമില്ല, നഷ്ടപരിഹാരം കൊടുക്കാനുമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ഈ ചെയ്ത തെറ്റിൽ നിന്ന് അയാൾ മുക്തനാകണമെങ്കിൽ ഫസിയാമു ശഹ്റൈനി മുതതാബിഐൻ തൗബതൻ മിനല്ലാഹ്, ഇവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണം. എന്തിനായി കൊല്ലാൻ പോണം? കൊല്ലാതിരുന്നാ പോരെ? ആരെയും കഴിഞ്ഞല്ലോ. ഈ വക കാര്യങ്ങളിലേക്കോ എടാകൂടങ്ങളിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു അവസാനത്തെ വാചകം, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, കരുതി കൂട്ടി ഒരു വിശ്വാസിയായ മനുഷ്യനെ ആരെങ്കിലും കൊന്നാൽ ഫജസാഉഹു ജഹന്നം, അവനുള്ള പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ, അതിൽ ശാശ്വതനാണ്. വഗളിബല്ലാഹു അലൈഹി, അവൻ അല്ലാഹുവിന്റെ കോപത്തിന് അർഹനാണ്. വലഅനഹു, അവനെ അല്ലാഹു ശപിക്കുകയും ചെയ്തിരിക്കുന്നു. വഅദ്ദ ലഹു അദാബൻ അളീമ, ഭയങ്കരമായ ശിക്ഷ അവൻ അല്ലാഹു ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന ഇതാ സൂറത്തു നിസായിലെ 92, 93 വചനങ്ങൾ. ഒന്ന് സമയം കിട്ടുമ്പോൾ ആ ഖുർആൻ പരിഭാഷയൊക്കെ എടുത്തു നന്നായി വായിച്ചു വെക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകാൻ സമയമില്ല. അപ്പൊ ഈ പറഞ്ഞ നിയമം നാം മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ സമൂഹത്തിന്റെ മനഃശാസ്ത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട ഉദാത്തമായ നിയമമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്. അത് മുസ്ലിമിനോടും അമുസ്ലിമിനോടും നീതി പുലർത്തുന്ന നിയമം. അബദ്ധം പിണഞ്ഞിട്ട് കൊല ചെയ്തവനോടും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നവനോടും നീതി പുലർത്തുന്ന നിയമം യുക്തിഭദ്രമാണ്, അതുപോലെ തന്നെ പ്രയോജനക്ഷമമാണ്. ഇതിന് തുല്യമായ മറ്റൊരു ശിക്ഷാ നിയമം നമുക്ക് കാണാൻ കഴിയില്ല. ഇതാണ് ഇസ്ലാമിലെ ശിക്ഷയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയാൽ. അത് ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പഠിക്കുക നന്നായി വിഷയങ്ങൾ. ആൾക്കാർ ഈ വേണ്ടാത്തത് പറയുമ്പോൾ നമ്മൾ തല ഉനിച്ച് നടക്കേണ്ടവരല്ല, തല നിവർത്തി നിന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. അത്ര ഭദ്രമാണ് ഈ നിയമം, അത്ര മഹോന്നതമാണ് ഈ സന്ദേശം, അത്ര കുറ്റമറ്റതാണ് ഈ ഗ്രന്ഥം. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തിരുമാറാകട്ടെ. ഈ ദിയത്തുൻ മുസല്ലമ, സ്വീകരിക്കപ്പെടുന്ന ദിയത്ത്, പ്രായച്ചിത്തം അല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്ന് പറയുന്നതിനാണ് ഇപ്പൊ പൊതുവേ നമ്മൾ പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് ബ്ലഡ് മണി എന്ന് പറയുന്നത്. അത് നിശ്ചയിച്ച് കൊലയിൽ നിന്ന് കൊലപാതകിയെ രക്ഷപ്പെടുത്താൻ കുടുംബക്കാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞത്. വേറെ ആർക്കും അതിന് അവകാശമില്ല. നമ്മുടെ നാട് പോലെയുള്ള നാടുകളിലാണ് എങ്കിൽ ഒരു കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട ആള്, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആള്, അയാള് ശിക്ഷയ്ക്ക് അർഹനാകണമെങ്കിൽ എങ്കിൽ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ചെറിയ കോടതി, അതിന്റെ മേലെ കോടതി, അതിന്റെ മുകളിലത്തെ കോടതി, പിന്നത്തെ കോടതി, അങ്ങനെ എല്ലാ കോടതിയും കഴിഞ്ഞ് അവസാനം അവിടെ എല്ലാം ശിക്ഷ വിധിക്കപ്പെട്ടു എങ്കിൽ പിന്നെ പ്രസിഡന്റിന് ദയാഹർജി കൊടുത്താൽ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഇല്ല. ഇതാണല്ലോ ഇവിടുത്തെ നിയമം. പക്ഷേ കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് ഈ അവകാശം നൽകിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അവർക്കാണ് അതിന്റെ അവകാശം, വേറെ ആർക്കും അവകാശമില്ല. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവനോട് മാപ്പ് കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണ്, അല്ല നാട്ടുകാരല്ല. അവർക്ക് അതിന് അവകാശമില്ല. അതുകൊണ്ടാണ് ആധികാരികമായി അവർ പറഞ്ഞത്, ആ കുടുംബക്കാര് പറഞ്ഞത് എന്ത്, ഈ കൊലക്ക് പകരം കൊലയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിന് പറയാൻ അവകാശമുണ്ട് അവർക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പടച്ചവന്റെ കയ്യിലിരിക്കുന്ന തീരുമാനങ്ങൾ വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആത്യന്തികമായ അധികാരം ഈ അവകാശികൾക്ക് മാത്രമാണ്. അതാണ് മുമ്പൊരു കേസ് ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പിരിവ് നടത്തി ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തെ വധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മോചിപ്പിച്ചു, ഒഴിവാക്കി, ഇപ്പൊ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നീ ഇതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. നിയമം അതിൻ്റെതായ രൂപത്തിൽ അതിൻ്റെതായ വഴിക്ക് പോകും, അത്രേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം, നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ, ഇതിന് പകരം വെക്കാൻ വേറൊന്നില്ല. അത് നമ്മളെങ്കിലും ഒന്ന് മനസ്സിലാക്കി, എന്നിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ അഭിമാനത്തോടു കൂടി വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. അതാണ് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ബാക്കി കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടന്നു പോകും. അത് മാത്രമാണ് ഞാൻ വിശദീകരിച്ചുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇസ്ലാമിന്റെ പേരിൽ, ശിക്ഷയുടെ പേരിൽ ആരും കുതിര കയറേണ്ട ആവശ്യമില്ല. ഇതിന് തുല്യമായ ഒരു നിയമം കൊണ്ടുവാ, എന്നിട്ട് നമുക്ക് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള സർവ്വ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് അവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റി കൊടുക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അവർക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധുമിത്രാദികളിലും അതുപോലെ തന്നെ നാം ജീവിക്കുന്ന ഈ പ്രദേശത്തുമൊക്കെ അള്ളാഹു സർവ്വ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المسلمين في فلسطين يا ارحم الراحمين. اللهم ارحمهم يا رب العالمين. اللهم نج من اعدائهم يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.